ആഗോളതലത്തിൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അർബുദമാണ് സ്തനാർബുദം. അപ്പോൾ നമ്മളൊരു 100 സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ അവരിൽ 40% ആളുകൾക്കും സ്തനാർബുദം ആണ്. ഇത് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ ഒരു ജനിതക മാറ്റം വന്നിട്ടാണ് ക്യാൻസറുകൾ വരുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ ക്യാൻസറുകളുടെയും ജനിതക മാറ്റം കണ്ടുപിടിക്കാനായിട്ടില്ല. എന്നാൽ പ്രധാന ക്യാൻസറുകളുടെ ഒക്കെ തന്നെ ജനിതക മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്തനാർബുദം. 80% സ്തനാർബുദ ക്യാൻസറുകളും ബ്രാക്ക ജീൻസിൻ്റെ വ്യതിയാനം മൂലമാണ് ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ജനിതക മാറ്റം എന്തുകൊണ്ടാണ് ജനിതക മാറ്റം ഉണ്ടാകുന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. അന്തരീക്ഷ മലിനീകരണം, ഭക്ഷണപദാർത്ഥങ്ങളുടെ വ്യത്യാസം, പുകയില, മദ്യപാനം, ഹോർമോണുകളുടെ ഉപയോഗം എന്നിവയെല്ലാം അതിന് കാരണമാണ്. ഈ ബ്രാക്ക ജീനുള്ള വ്യതിയാനം, എസ്പെഷ്യലി BRCA1 BRCA1 ജീനുള്ള വ്യതിയാനം കൊണ്ടാണ്. വ്യതിയാനം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് 80% സാധ്യതയാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാൻ. അതുപോലെ തന്നെ അവർക്ക് അണ്ഡാശയ ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യത 40 മുതൽ 50% വരെയാണ്. ഭക്ഷണ ക്രമീകരണവും വ്യായാമവും ക്യാൻസർ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അമിതമായ വണ്ണം കുറയ്ക്കണം. ക്യാൻസർ ഒരു ജീവിത ശൈലി രോഗമായിട്ടും കൂടാണ് കണക്കാക്കുന്നത്. ചില 70%-ഓളം ക്യാൻസറുകളും ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അതിലൊക്കെ ഉൾപ്പെടുന്നതാണ് മദ്യപാനം, പുകയില ഉപയോഗം, അണുബാധയുണ്ടാകുന്നത്, നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, വ്യായാമക്കുറവ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഒരു പരിധിവരെ ക്യാൻസർ നിയന്ത്രിക്കാനും നമുക്ക് ഈ ആരോഗ്യപരമായ ഒരു ജീവിതശൈലി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അമിതമായ ഭക്ഷണം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വ്യായാമം ഉൾപ്പെടുത്തി നമ്മളുടെ വെയ്റ്റും ഹൈറ്റിനൊത്ത വെയ്റ്റ്, അതിന് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും, അത് ഒരു ആരോഗ്യപരമായ രീതിയിൽ നിലനിർത്തേണ്ടതുണ്ട്. നമ്മളൊരു ക്യാൻസറിൻ്റെ പ്രതിരോധത്തിന് ഇപ്പോൾ നമ്മളെ ഏറെ സഹായിക്കുന്നതാണ് വാക്സിനേഷനും എർലി ഡിറ്റക്ഷനും. അപ്പം വാക്സിനേഷൻ വന്നിട്ടുള്ളത് ഇപ്പം ഗർഭാശയകള ക്യാൻസറിന് മാത്രമാണ്. അപ്പോൾ ഈ ഗർഭാശയകള ക്യാൻസർ ഉണ്ടാകുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന അണുബാധയാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടുപിടുത്തവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വാക്സിനേഷൻ കണ്ടുപിടുത്തതും ശരിക്കും സയൻസിൽ തന്നെ ഒരു നാഴികക്കല്ലായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാക്സിനേഷൻ എടുക്കുന്ന മൂലം നമുക്ക് 5 ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഗർഭാശയകള ക്യാൻസർ, യോനിയിലെ ക്യാൻസർ, മലദ്വാരത്തിലെ മലാശയ ക്യാൻസറുകൾ, മലാശയത്തിൻ്റെ താഴെയുള്ള ഏനൽ കനാൽ, മെയിനായിട്ട് അതാണ് അതിൻ്റെ ക്യാൻസറുകൾ, പിനൈൽ ക്യാൻസറുകൾ 50%-ഓളം, വായിലെ ക്യാൻസറുകൾ 50%-ഓളം, ഇവയെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു വാക്സിനേഷനിലൂടെ. 10 തൊട്ട് 26 വയസ്സ് വരെയാണ് ഈ വാക്സിനേഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. 45 വയസ്സ് വരെ എടുക്കാം, എന്നാലും 26 വയസ്സിന് മുമ്പാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. 15 വയസ്സ് മുമ്പുള്ള കുട്ടികൾക്കാണെങ്കിൽ 2 വാക്സിനേഷൻ മതി. 15 വയസ്സ് കഴിഞ്ഞാൽ 3 വാക്സിനേഷൻ വേണം. ആദ്യത്തെ വാക്സിനേഷൻ എടുത്തിട്ട് 2 മാസത്തിനകം സെക്കൻഡ് വാക്സിനേഷനും 6 മാസത്തിൽ 3ാമത്തെ വാക്സിനേഷനും എടുക്കണം. അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചാൽ 90% ക്യാൻസറുകൾ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കും. നിയന്ത്രിക്കാനല്ല, ക്യൂർ ചെയ്യാൻ തന്നെ സാധിക്കും. ഉദാഹരണത്തിന് സ്തനാർബുദം നമുക്ക് നോക്കാം. സ്തനാർബുദം പ്രാരംഭ ദശയിൽ എന്ന് വെച്ചാൽ ഈ കോശങ്ങളിൽ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അല്ലെ പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് 90%-വും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ സ്തനം സ്വയം പരിശോധന, ഡോക്ടറെ കൊണ്ടുള്ള പരിശോധന, മാമോഗ്രാം മുതലായവയാണ്. മാമോഗ്രാം ഒരു മസ്റ്റാണ്. അതിൻ്റെ സ്ക്രീനിങ് ഇൻ്റർവെല് 1 ഇയറിലാണ്. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകൾ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് WHO-യുടെ നിർദ്ദേശം. 40 തൊട്ട് 45 വയസ്സ് വരെയും 55 വയസ്സ് കഴിഞ്ഞും 2 വർഷത്തിൽ ഒരിക്കൽ മതിയാവും. പക്ഷേ പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഉള്ളവരാണെങ്കിൽ അത് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് അതിൽ കൂടുതൽ, ഇപ്പം 6 മാസത്തിലോ 1 വർഷത്തിലോ ഒക്കെ തന്നെ അതിൻ്റെ എത്ര ഫ്രീക്വൻസി, എത്ര ഇൻ്റർവെല്ലിൽ വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ
പ്രിവെൻഷൻ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓരോ കീമോ കഴിയുമ്പോഴും എൻ്റെ തലയിൽ നിന്നും നിലത്തേക്ക് ഊർന്നു വീഴുന്ന തലമുടി കാണുമ്പോൾ ഒരു വല്ലാത്ത നോവായിരുന്നു. ആ നോവ് എൻ്റെ ഹൃദയത്തിനൊട്ടും താങ്ങാനാവാതെ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മുടി വടിക്കാൻ തീരുമാനിച്ചത്. എൻ്റെ ശരീരത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നീണ്ടു ചുരുണ്ട് സമൃദ്ധമായ എൻ്റെ തലമുടിയില്ലാത്ത തലയിൽ തൊടുമ്പോൾ ഒരു വല്ലാത്ത മരവിപ്പായിരുന്നു. കണ്ണാടിയിൽ നോക്കി എൻ്റെ പ്രതിബിംബത്തോട് പൊരുത്തപ്പെടാൻ എനിക്ക് ഒരുപാട് ദിവസങ്ങൾ വേണ്ടി വന്നു. പ്രകൃതി, എന്താടോ ഇത്? ഇതാണോ ഞാൻ അറിയുന്ന ബോൾഡായിട്ടുള്ള പ്രകൃതി? ഫൈറ്റർ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, പോയറ്റ്. ഇപ്പോ ഞാനൊരു പേഷ്യന്റ് അല്ലേ വാസുകി? നോ, യു ആർ നോട്ട് എ പേഷ്യന്റ്, യു ആർ എ ഫൈറ്റർ. തന്നെ കീമോ വാർഡിൽ കിടക്കുമ്പോൾ എൻ്റെ ശരീരവും മനസ്സും ഒരുപോലെ മരവിച്ചിരുന്നു. സിരകളിലൂടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന തണുപ്പും സിരകളിലൂടെ പടർന്നു കയറുന്ന ഔഷധവും എൻ്റെ ബോധമണ്ഡലത്തെ തളർത്തി. മയക്കത്തിലേക്ക് പോകുന്ന എൻ്റെ ബോധമനസ്സും അബോധ മനസ്സും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി. പ്രജ്ഞ മരവിച്ച് ഞാൻ പലപ്പോഴും തളർന്നുറങ്ങി. ഓരോ കീമോ കഴിയുമ്പോഴും ഒരു വല്ലാത്ത ഭയം എന്നെ പൊതിയുന്നത് പോലെ, മരണത്തിൻ്റെ തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ, ശക്തമായ എൻ്റെ മനസ്സ് ദുർബലമാകുന്നത് പോലെ, എന്നിലെ പെൺകരുത്ത് ചോർന്നു പോകുന്നത് പോലെ. പക്ഷേ പതുക്കെ പതുക്കെ ഞാൻ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തുടങ്ങി. ദുർബലമായ എൻ്റെ മനസ്സിനെ, ചോർന്നു പോകുന്ന എന്നിലെ പെൺകരുത്തിനെ ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചു. കീമോ വാർഡിൽ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൽ കവിതകൾ എഴുതി. രക്തബന്ധത്തെക്കാൾ തീവ്രമായ ബന്ധം ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറപ്പായി കൂടെ നിന്നു ഗൗരി സാവിത്രി. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഉറവ വറ്റാത്ത അവരിലെ നന്മയും മനുഷ്യത്വവും എൻ്റെ വേദനകൾക്ക് വലിയ ഒരാശ്വാസമായി. ആ ട്രാൻസ് വുമൺ എന്നോട് കാണിച്ച അഗാധമായ സ്നേഹവും അതിനേക്കാൾ ഉപരിയായ എന്നോടുള്ള ആദരവോടുകൂടിയ പരിചരണവും എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തി. സ്നേഹശാസനകൾ കൊണ്ട് അവരെന്നെ പലപ്പോഴും അതിശയിപ്പിച്ചപ്പോൾ മനുഷ്യത്വം എന്തെന്ന് ഞാൻ അറിയുകയായിരുന്നു. പ്രകൃതി, ഇത് കുടിക്കേ. എനിക്ക് വേണ്ട, എൻ്റെ വായുടെ അകമൊക്കെ പൊട്ടിയിരിക്കുക. എന്താ ഇത് പ്രകൃതി? കീമോ കഴിഞ്ഞാല് കൗണ്ട് കുറയുന്ന അറിയില്ല. അപ്പം മാതള നാരങ്ങ പോലെയുള്ള ജ്യൂസുകൾ നമ്മൾ കുടിക്കണം. അതാണ് ഇതിനുള്ള പ്രതിവിധി. കുടിക്കേ, കുടിക്കേ, കുടിക്കേ. പ്രകൃതി, നമുക്കിതൊന്ന് വെച്ച് നോക്കിയാലോ? എൻ്റെ ശിരസിനെ മറയ്ക്കാൻ വിഗ് കൊണ്ടാകും. പക്ഷേ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഈ ലോകത്ത് എത്രയോ ക്യാൻസർ രോഗികളുണ്ട്. അവർക്ക് മുൻപിൽ മൊട്ടത്തലയുമായി ആത്മവിശ്വാസത്തോടെ നിൽക്കുമ്പോൾ അവർക്കതൊരു പ്രചോദനമാവുമല്ലോ എന്ന് കരുതി വിഗ് കൊണ്ട് ഞാൻ എൻ്റെ ശിരസിനെ മറയ്ക്കണ്ട എന്ന കടുത്ത തീരുമാനമെടുത്തു. എനിക്കിത് വേണ്ട വാസുകി. ശരിയാ, ഇതൊന്നുമില്ലാതെ താനായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്കും അതാ ഇഷ്ടം.
അയ്യോ പ്രകൃതി എന്തു പറ്റി? കീമോയുടെ അനന്തര ഫലമായുണ്ടാകുന്ന വോമിറ്റിങ്ങും തലചുറ്റലും പലപ്പോഴും എന്നിലെ ഊർജത്തെ വല്ലാതെ കെടുത്തി. പ്രകൃതി ഇത് മതിയോ? ഏ അയ്യോ എടി എടി കണ്ണു തുറന്നേ. അയ്യോ എടി എടി പ്രകൃതി ഗൗരി കുറച്ച് വെള്ളം ആ നീ വേഗം കൊണ്ടുവാ. ദാ എടുത്തു. അയ്യോ. നീ വെള്ളം തളിച്ചേ. എടിയേ പ്രകൃതി ഇവളുടെ കീമോ കഴിഞ്ഞപ്പോ മുതല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലകറക്കമുള്ള. വേദനയോടെ എൻ്റെ കാലുകളിൽ നിന്ന് അഴിച്ചു വെച്ച ചിലങ്കകളെ മാറോട് ചേർത്ത് ഞാൻ പലപ്പോഴും വിതുമ്പി. കലാലോകത്ത് ഞാൻ ഇനി വെറുമൊരു സ്വപ്നമായി മാറുമോ എന്നോർത്ത് മനസ്സ് വല്ലാതെ വേപത് പൂണ്ടു. പ്രകൃതി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഡ്രസ് ഒന്നും മാറിയില്ലല്ലോ. വന്നപ്പോ മുതലൊരു മൂഡ് ഓഫ് പോലെയാണല്ലോ. വിരൂപയായ ഈ അവസ്ഥയില് എന്നോടുള്ള സ്നേഹം പോവോ സനീഷേട്ടാ? മുടി പോയാ വിരൂപയാവോ? എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ മുതല് സനീഷേട്ടൻ എന്നോടൊരു അകൽച്ച പോലെ. മുടിയുള്ള പ്രകൃതിയും മുടിയില്ലാത്ത പ്രകൃതിയും എനിക്ക് ഒരുപോലെയാണ്. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കോ സനീഷേട്ടാ? തന്റെ ട്രീറ്റ്മെന്റിനുള്ള പണം കണ്ടെത്താനുള്ള തിരക്കിനിടയിൽ സനീഷേട്ടന് ഞാനൊരു ഭാരമായോ സനീഷേട്ടാ? ചങ്കവട്ടർ വർത്താനം പറയല്ലേ പ്രകൃതി. കനലാടും നിമിഷങ്ങൾ ഗതിവേഗം മാറുമ്പോൾ ക്ഷണികമായി വന്നൊരേ വിധിയുടെ ക്രൂരമാം നിമികളിൽ തളരുന്നു ഞാൻ, വിളറുന്നു ഞാൻ. ആകുലതയാൽ വെന്തിടും എൻ ഹൃത്തിടം. വേദനയാൽ നീറുമെൻ ശരീരം. ആകുലതയാൽ വെന്തിടും എൻ ഹൃത്തിടം. ഓരോ രാവും ഓരോ പകലും ഓരോ
കനലാടും നിമിഷങ്ങൾ ഗതിവേഗം മാറുമ്പോൾ ക്ഷണികമായി വന്നൊരേ വിധിയുടെ ക്രൂരമാം നിമികളിൽ തളരുന്നു ഞാൻ, വിളറുന്നു ഞാൻ. സിരകളിൽ പടരുമീ ഔഷധവും തളരുമിൻ ഗാത്രത്തിൻ വേപഥവും. സിരകളിൽ പടരുമീ ഔഷധവും തളരുമിൻ ഗാത്രത്തിൻ വേപഥവും. മനസ്സിൻ വ്യഥയോടെ കനവിൻ നോവോടെ ഇടറും മനമോടെ പതറും സ്വരമോടെ ഭീതിയോടെ ഞാനിരിപ്പു നിലയ്ക്കുമോ നീ ഹൃദയതാളം. കനലാടും നിമിഷങ്ങൾ ഗതിവേഗം മാറുമ്പോൾ ക്ഷണികമായി വന്നൊരേ വിധിയുടെ ക്രൂരമാം നിമികളിൽ തളരുന്നു ഞാൻ, വിളറുന്നു ഞാൻ. പ്രകൃതി, ശ്രദ്ധിച്ച്. നീ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ അവരെ പോലെ ഓ അവരോ? ഡോണ്ട് വറി, ബി സ്ട്രോങ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ധൈര്യമായിരിക്കെ, ധൈര്യമായിരിക്കെ. ജീവിതവും വിധിയും ജീവനും തമ്മിലുള്ള പോരാട്ടത്തിൽ എൻ്റെ മനസ്സ് പടനയിച്ച് ഞാനൊരു പോരാളിയാകാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ എൻ്റെ ശരീരത്തിലേക്ക് കയറുന്ന ഔഷധങ്ങളുടെ തീവ്രത എന്നിലെ എന്നെ വല്ലാതെ തളർത്തി. ഏക സഹോദരൻ പലപ്പോഴും എനിക്ക് കരുത്തായി നിന്നു. ആ കരുത്തിൽ ഞാൻ എൻ്റെ മനസ്സിനെ ദൃഢപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ സനീഷേട്ടൻ അമ്മയെ നോക്കാനായി പോയതിനാൽ എൻ്റെ ഏട്ടൻ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തല കറങ്ങുന്നുണ്ടോ? ഭക്ഷണം കഴിക്കാതിരുന്ന അങ്ങനെ ശരീരത്തിന് ആരോഗ്യം വേണ്ടേ? കുറച്ചുകൂടെ കഴിക്കുക. മതി മതി.
ഇതും കൂടി മതി. ഇതും കൂടി കഴിക്ക്. എന്റെ തൊണ്ട മുഴുവൻ വേദനയാ. അത് സാരമില്ല, മെഡിസിൻ കഴിക്കുമ്പോൾ ഒക്കെ ശരിയാവും. മതി. കുറച്ചും കൂടെ കഴിക്കാൻ നോക്ക്. ആ, കീമോ കഴിഞ്ഞല്ലേ, ശരീരത്തിന് ശക്തി വേണ്ടേ? നീ റെഡിയായില്ലേ? ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ? എൻ്റെ പെങ്ങളെ ഈ ആങ്ങള പൊന്നു നോക്കില്ലേ? നീ വേഗം പോയി റെഡിയായി വാ, നമുക്ക് പോകണ്ടേ? എന്താ ഇത്ര താമസിച്ചേ? ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ഭയങ്കര ട്രാഫിക്. കൊച്ചിയിലെ ട്രാഫിക് ഒരു രക്ഷയില്ല. സനീഷിന്റെ അമ്മ ഐസിയില്ല. സനീഷ ഞാൻ അങ്ങോട്ട് വിട്ടു. അതിനെന്താ, പ്രകൃതി ഇവിടെ നിൽക്കട്ടെ. ലേക്ക് ഷോർ ഇവിടെ അടുത്തല്ലേ, നമുക്ക് ഇവിടുന്ന് റേഡിയേഷന് പോവാം. വാ പ്രകൃതി, യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്നെ ചികിത്സിച്ച ഡോക്ടർ ചിത്രധാരയിൽ ഞാൻ ഈശ്വരൻ്റെ മുഖമായിരുന്നു കണ്ടത്. സ്നേഹവും ധൈര്യവും ആത്മവിശ്വാസവും കരുണയും സാന്ത്വനവുമൊക്കെ തന്ന് എനിക്കെൻ്റെ ജീവശ്വാസവും ജീവനും തിരിച്ചു തരാനായി ഡോക്ടർ ചിത്രധാര വളരെയേറെ പരിശ്രമിച്ചു. ക്ഷണികമായ ജീവിതത്തിൽ ക്യാൻസറാണെന്നറിയുന്ന നിമിഷത്തിൽ എത്ര മനക്കരുത്തുള്ള ആളും തളർന്നു പോവുക സ്വാഭാവികമാണ്. എന്നാൽ ഭയമല്ല, ആത്മവിശ്വാസമാണ് ഓരോ ക്യാൻസർ രോഗികൾക്കും കരുത്താകേണ്ടത് എന്ന് മനസ്സിലാക്കി ശുഭചിന്തകളോടെ മുൻപോട്ട് പോവുക. രോഗാവസ്ഥയെ കണ്ട് ഈശ്വര ചിന്തയോടെ നമ്മെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ പൂർണ്ണമായി വിശ്വസിച്ച് മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുക. യഥാസമയത്ത് പറഞ്ഞിരിക്കുന്ന ചെക്കപ്പുകൾ നടത്തുക. ചിത്രധാര ഡോക്ടർ പറഞ്ഞതുപോലെ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പഴയതിലും ശക്തമായി ചെയ്യാനാണ് ഞാൻ ഓരോ പേഷ്യൻറ്റിനെയും ചികിത്സിക്കുന്നതെന്ന ആ വാക്കുകളാണ് എനിക്ക്
കരുത്തേകിയത്. ഞാനൊരു രോഗിയല്ല. രോഗമെന്നത് ഒരവസ്ഥയാണ്. ആ അവസ്ഥയെ സധൈര്യം നേരിടുക എന്നത് ഞാനൊരു വെല്ലുവിളിയായി എടുത്തു. അമ്മയെ പരിചരിക്കാനായി കാതങ്ങൾ താണ്ടിപ്പോയ സനീഷേട്ടനെ ഓർത്ത് എനിക്കേറെ അഭിമാനമായിരുന്നു. ഭാര്യയെയും അമ്മയെയും ഒരുപോലെ തന്നോട് ചേർത്ത് നിർത്തുന്ന ആ വലിയ മനസ്സ്, ആ മനസ്സായിരുന്നു രോഗാവസ്ഥ തരണം ചെയ്യുവാനുള്ള എൻ്റെ ഊർജം. ഓരോ ക്യാൻസർ രോഗികളും അതിജീവനത്തിന്റെ പര്യായങ്ങളാണ്. ആകസ്മികമായി പൂരിപ്പിക്കാനാവാത്ത ഒരു സമസ്യയായി ജീവിതം അവർക്ക് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനാവാതെ തളർന്നുപോയ ശരീരവും മനസ്സും വേദനയോടെ ഒതുക്കിപ്പിടിച്ച് അവർ വിധിയെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനുമിടയിൽ ജീവിതമെന്ന 3 അക്ഷരം ചോദ്യചിഹ്നമാകുന്നു. സനീഷ് അമ്മയുടെ അടുത്ത് പോയത് ഏതായാലും നന്നായി. നമുക്കിവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം. നീ ഇവിടെ ഓക്കെ അല്ലേ? നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് പോയേക്കാം. പ്രകൃതി അല്ലേ? ഞാനിങ്ങനെ ഫയൽ കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതെന്താ എന്തോ പോയ എന്തോ ജീവി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്നു? കണ്ണൊക്കെ നിറയുന്നില്ല. എന്താ സംഭവം? കീമോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബലം കിട്ടുന്നില്ല ഡോക്ടർ. മനസ്സിനൊരു ധൈര്യമില്ലാത്തതുപോലെ ഒന്നിലും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം പോയ പോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ കയ്യിലൊന്ന് ഇറുക്കി പിടിക്കും. നേരെ ഒന്ന് ഷേക്കാൻ ഇതേ ഉള്ളൂ. ആ ഒരു ബലം എൻ്റെ പ്രകൃതി. ഒരാളിൻ്റെ ബലം എന്ന് പറയുന്നത് അത് ശരീരമോ ആഹാരമോ അല്ല, മനസ്സാണ്. മനസ്സിന്റെ പവർ എന്ന് പറയുന്നത് കൊണ്ടാണ് എവറസ്റ്റ് കൊടുമുടി പോലും കാലില്ലാത്ത വ്യക്തികൾ കീഴടക്കിയിട്ടുള്ളത്. ഓരോ കീമോ കഴിയുമ്പോഴും എനിക്ക് പേടിയാവുക. ഇങ്ങനെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മൈൻഡിന് പവർ എത്തുക? റേഡിയേഷന് പേടിയാ. ജീവിതത്തിൽ ഞാൻ ധൈര്യവതിയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ ധൈര്യമൊക്കെ കൈവിട്ടു പോയ പോലെ. എന്റെ പ്രകൃതി മരണത്തെ പോയാണ് ഡോക്ടർ. എത്രയോ പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാമോ? ഒരുവിധമുള്ള എല്ലാരും രക്ഷപ്പെടും. പക്ഷെ പേടിച്ചു പോകുമ്പോഴുള്ള ഒരവസ്ഥയുണ്ട്. ആ പേടിച്ചു പോകുന്ന അവസ്ഥയെ ഓവർകം ചെയ്യുക എന്നുള്ളതിനാണ് ഞങ്ങളെ പോലെയുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഈ ടേബിളിന് ചുറ്റും എത്രയോ പേര് ഇരുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് പേര് ഇപ്പൊ സുഖകരമായി ജീവിക്കുന്നുണ്ട്. കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരിയുണ്ട്. അപ്പോൾ പ്രകൃതി വളരെ ചെറുപ്പമല്ലേ? ഈ ഒരു ഓവർ ടെൻഷനും ഇതെല്ലാം കൂടെ ആവുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ക്ഷീണിക്കും. ഇപ്പൊ ഇനിയിപ്പോ ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ഇനിയിപ്പോ എത്ര കീമോ ഉണ്ട്? കീമോ 6 കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? റേഡിയേഷൻ ചെയ്യണമെന്നുള്ളത് 25 റേഡിയേഷൻ തുടങ്ങിയോ? റേഡിയേഷൻ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കീമോ മുഴുവൻ തീർന്നു. കീമോതെറാപ്പി എന്നുള്ള സംഭവം അത് കെമിക്കലാണ്. അത് കേറുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നന്നായിട്ട് വയറിലാവുന്ന ഒരു വ്യക്തിക്ക് ക്ഷീണം ഉണ്ടാവാറില്ല? ഉടനെ പിന്നെ ട്രിപ്പൊക്കെ കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ICUലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടല്ലേ അതിനെ ഒന്ന് ബോൾഡാക്കുന്നത്. അപ്പം നല്ല രീതിയിൽ വയറിളകിയാൽ പോലും നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകും. അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു കുറവാണ്.
രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമുക്ക് ഒരു രോഗത്തിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈഫാണോ പ്രധാനം അതോ തലമുടിയാണോ പ്രധാനം? ആരുടെ ലൈഫാണോ പ്രധാനം? കൈയില്ലാത്തവർ ജീവിക്കുന്നില്ലേ, കാലില്ലാത്തവർ ജീവിക്കുന്നില്ലേ, പിന്നെയാണോ 5 മുടിയുടെ കാര്യം? അപ്പോൾ കീമോ 6 എണ്ണം, 6ാമത്തത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ചിത്രധാര ഡോക്ടർ എന്നോട് പറഞ്ഞു, മുടി പോയതിലാകെ വിഷമമാണ്. മനസ്സിന്റെ സൗന്ദര്യം ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മുടിയെല്ലാം പിന്നെയും കീർത്തും തളർത്തും എല്ലാം വന്നോളൂ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആദ്യം നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങണം. ഇപ്പം നമ്മൾ കുറച്ച് വീക്കായിപ്പോയി. ഞാൻ പ്രകൃതിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഹാർഡ് വർക്കറാണ്, ഡോക്ടറേറ്റ് എടുക്കുന്ന ഫൈനൽ സ്റ്റേജിലാണ്. എന്നിട്ട് ഇങ്ങനെ തളർന്ന എങ്ങനെ ശരിയാവും? ഇനിയിപ്പോൾ അറിയാൻ പോകുന്ന ആരാ? ഡോക്ടർ പ്രകൃതി എന്നാണ് അറിയാൻ പോകുന്നത്. ഈ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഇത്രയും ഡിഗ്രികളും ഇത്രയും പൊസിഷനിലൊക്കെ എത്തിയില്ലേ? അതിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്. ഒന്ന് തിരിഞ്ഞു നോക്കിയേ, പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ 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 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതൊന്നും എത്താതെ ഈ ഒരു രോഗത്തിൻ്റെ അനുഭവങ്ങളുമായിട്ടും ജീവിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ, ക്യാൻസർ എന്നങ്ങോട്ട് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോകുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ള കുറേ പേർ. പേടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, പകരില്ല, പിന്നെ എന്ത് പേടിക്കണം? ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയും. അപ്പൊ ഫാമിലിയിലാണെങ്കിലും ബാക്കിയുള്ള മെമ്പേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഇടയിലും പഴയതുപോലെ തന്നെ അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ കീമോയും റേഡിയേഷനും കഴിയുമ്പോൾ ഒരല്പം ക്ഷീണം ഉണ്ടാവും, അത്രമാത്രം. നമ്മൾ ഓടിയിട്ട് വരുമ്പോൾ ക്ഷീണം ഉണ്ടാവാറില്ല, നമുക്ക് പനി വരുമ്പോൾ ക്ഷീണം ഉണ്ടാവാറില്ല, വയറിളക്കവും ഛർദിലും വരുമ്പോൾ ക്ഷീണം ഉണ്ടാവാറില്ല. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മളിപ്പം പാരാസിറ്റമോൾ ഗുളിക അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് പീരിയഡിക്കലായിട്ട് കഴിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ അസുഖം മാറുന്നു എന്ന് പറഞ്ഞ പോലെ ഈ കീമോതെറാപ്പിയും അതുപോലെ റേഡിയേഷനും അതിൻ്റെ പർട്ടിക്കുലർ പീരിയഡുകളിൽ കൃത്യമായി ചെയ്ത് പോകുമ്പോൾ ഭ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ. ഭ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ. തളരരുതേ ഒരു ദിനവും, പതരരുതേ അനുദിനവും. തളരരുതേ ഒരു ദിനവും, പതരരുതേ അനുദിനവും. പോരാളി പോരാളി പോരാളി, നാം ഒരു പോരാളി. പോരാളി പോരാളി പോരാളി, നാം ഒരു പോരാളി. ഭ്രമണപദം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ. ദുരിതപർവങ്ങൾ താണ്ടി ധീരമായി പൊരുതി മുന്നേറണം. വിധിയുടെ അഗ്നിപരീക്ഷണങ്ങളിൽ വിജയം നേടിയിടണം.
നേടിയിടണം. ദുരിത പർവങ്ങൾ താണ്ടി ധീരമായി പൊരുതി മുന്നേറണം. വിധിയുടെ അഗ്നി പരീക്ഷണങ്ങളിൽ വിജയം നേടിയിടണം. രോഗമെന്നൊരവസ്ഥയെ മനസ്സിൽ ഉൾക്കൊള്ളണം. ചുട്ടുപൊള്ളുന്ന മനസ്സുമായി ജീവിത മരുഭൂമി താണ്ടിടണം. ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകൂ നീ. ജീവിതം കാത്തു നിൽക്കുമ്പോൾ മരണമേ പോകൂ നീ. പോരാളി 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 നാം ഒരു പോരാളി. പോരാളി 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 നാം ഒരു പോരാളി. ഭ്രമണപഥം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ. ഭ്രമണപഥം തിരിയുമ്പോൾ കാലം നൽകും ചിലതൊക്കെ. ആ പ്രകൃതി വന്നോളൂ. ഇപ്പോൾ പ്രകൃതിൻ്റെ അസുഖം നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ളവരാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ സർജറി കഴിഞ്ഞു, നമ്മളിപ്പോൾ 6 കീമോ കഴിഞ്ഞു അല്ലേ? 6 കീമോ കഴിഞ്ഞു. 6 കീമോ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ആ ഭാഗത്തേക്ക് റേഡിയേഷൻ കൊടുക്കുക എന്നാണ് കേട്ടോ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. അതിൻ്റെ അത് എങ്ങനെയാണ് ഡോക്ടറെ അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ റേഡിയേഷൻ്റെ ഉദ്ദേശം നമ്മളുടെ മെയിൻ അസുഖം സർജറി കൊണ്ട് ഓൾറെഡി എടുത്തു കളഞ്ഞു. നമ്മളുടെ ശരീരത്തിൽ വേറെ എവിടെയും ആ ഭാഗത്തും അസുഖം വരാണ്ടിരിക്കാനാണ് നമ്മൾ കീമോ കൊടുക്കണേ. ഈ റേഡിയേഷൻ്റെ നമ്മളുടെ ഉദ്ദേശം ആ ഒരു ഭാഗത്തേക്ക് അസുഖം വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയേഷൻ മൊത്തം 20 ദിവസമാണ് എടുക്കണേ. നമ്മൾ ആദ്യം ഒരു സ്കാൻ എടുക്കണു, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. ട്രീറ്റ്മെൻറ്റ് എല്ലാ ദിവസവും വെറും 5 മിനിറ്റേ എടുക്കുള്ളൂ. മെഷീനിലേക്ക് കയറണു, എല്ലാം സെറ്റ് ചെയ്യണു, പുറത്തേക്ക് ഇറങ്ങണു, എല്ലാം കൂടെ മാക്സിമം പോയ ഒരു 20 to 30 മിനിറ്റ്സ് ആണ് എല്ലാ ദിവസവും എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് സൗകര്യം പോലെ ഒരു സമയത്ത് വരാം. നമ്മൾ ഇവിടെ വർക്കിംഗ് ടൈമിനുള്ളിൽ ഒരു ഹാഫ് ആൻ അവർ ചിലവഴിച്ചാൽ ദ റെസ്റ്റ് ഓഫ് ദ ഡേ പ്രകൃതിൻ്റെയാണ്. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ ഒരു 20 ഡേയ്സ്. ആദ്യത്തെ 15 ദിവസം നമ്മൾ ആ ബ്രസ്റ്റ് ഫുള്ളും, പിന്നെ അവസാനത്തെ 5 ദിവസം ആ സർജറി ചെയ്ത ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ മെയിനായിട്ട് സ്കിന്നിൻ്റെ ഭാഗത്തുള്ള ചൊറിച്ചിലും കറുപ്പും ആയിരിക്കും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടതുപോലെ പ്രിക്കോഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം ചിലവർക്ക് മാത്രമാണ് സ്കിന്നിൻ്റെ ഭാഗത്ത് അസ്വസ്ഥത വല്ലതും സ്കിന്നൊക്കെ പോയ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയില്ല. മിക്കവർക്കും വലിയ ഇഷ്യൂസ് വരാറില്ല. എസ്പെഷ്യലി മറ്റേ കീമോയും സർജറിയും വെച്ച് നോക്കുമ്പോൾ റിയാക്ഷൻസ് പൊതുവെ കുറവാണ്. എൻ്റെ തേച്ചിട്ട് എനിക്ക് അസ്വസ്ഥതയൊക്കെ കുറഞ്ഞു. പെട്ടെന്ന് തന്നെ 3-4 തവണ ഇട്ടായിരുന്നു. ജോൺസൺ ബേഡ്സ് വെച്ചാൽ ഇട്ടത് തൊലി. പക്ഷേ എങ്കിൽ എനിക്ക് നിപ്പിളിൻ്റെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നീര് കെട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇന്നർ ഇടാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥത. അതുകൊണ്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കും. ഇനി എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. നല്ലതുപോലെ ഒരു കല്ലിപ്പ് അതിൻ്റെ റൗണ്ടിൽ ഒരു ബൾജ് ചെയ്ത് നിൽപ്പുണ്ട്. അത് പേടിച്ചിട്ട് അത് നാളെ കാണിച്ചാൽ മതിയോ അത് എന്ന് നോക്കണമെന്ന് അറിയാനായിരുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഭാഗത്ത് ഒരു തടിപ്പ് മാത്രം വണ്ണൂന്ന് മാത്രമേ ഉള്ളൂ പ്രകൃതിക്ക്. അത് അസ്വസ്ഥത അത് കുറഞ്ഞ് വണ്ണുള്ളൂ. ആ ഓയിൻമെന്റ് കണ്ടിന്യൂസ്ലി പെരട്ടിയാൽ മതി. റേഡിയേഷൻ കഴിയുമ്പോൾ 1-2 ആഴ്ചകൊണ്ടുള്ളിൽ തന്നെ ഈ റിയാക്ഷൻസ് ശരിക്കും മാറും. 27 റേഡിയേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ഇന്ന് ചിത്രധാര ഡോക്ടറെ കാണണോ? ആ
ശ്രദ്ധിച്ചു. സനീഷ് ഒറ്റമാണല്ലേ? അവൻ്റെ അമ്മ ICU സീരിയസ് ആയിട്ട് കിടക്കുമല്ലേ? അവൻ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ. ഇതിപ്പോൾ ഞാനുണ്ടല്ലോ. ആ, ഫോണിക്കുതാ. പേടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. സനീഷ് എന്നും വിളിക്കുന്നുണ്ട്, നിന്റെ കാര്യങ്ങൾ എന്നും ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് സുഖമായി കഴിയുമ്പോൾ അവനിങ്ങ് ഓടിയത്. നിനക്ക് ഈ പൊന്നാങ്ങളയില്ലേ, നിന്റെ എഴുത്ത് നീ തുടരണം. ഒരു സംവിധായക ഇങ്ങനെ തളരാൻ പാടുണ്ടോ? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു മിനിറ്റ് പോലും കളയാത്തതല്ലേ നീ? ഹായ് മാം, എത്രാമത്തെ റേഡിയേഷനാ? 9ാമത്തെ. ഓക്കെ ഓക്കെ. ബേസ്മെന്റ് 1-ലാണ്, അങ്ങോട്ടേക്ക് പൊക്കോളൂ. താഴത്തെ ആ, അതെ അതെ. ഓക്കെ. ആ, കുഴപ്പമില്ല.
സനീഷേട്ടൻ കൂടെയില്ലെങ്കിലും ഏട്ടൻ എനിക്ക് തുണയായി നിന്നു. ആദ്യത്തെ റേഡിയേഷന് കയറ്റുമ്പോൾ ഭയവും വേദനയും വിധിയും ജീവിതവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എൻ്റെ ഹൃദയത്തിൻ്റെ ഉയരുന്ന ശമന താളങ്ങളുടെ ആരോഹണാവരോഹണങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷമൊന്നുമില്ല, കീമോ കഴിഞ്ഞു. എത്ര റേഡിയേഷൻ വേണ്ടി വരും ഡോക്ടർ? റേഡിയേഷൻ ഒരു മാസത്തേക്കാണ് റേഡിയേഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് റേഡിയേഷൻ ഡോക്ടർ പറഞ്ഞിട്ടേക്ക് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഞാൻ പറയുന്നത് എല്ലാവരും ഇത് മുന്നോട്ട് പ്രകൃതി ഇത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു സ്റ്റിഗ്മ, ക്യാൻസർ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റിഗ്മ എപ്പോഴും മാറുന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സിറോസിസ് നമ്മളൊരു ഏറ്റവും വലിയ അസുഖം ആയിട്ടുള്ള ഒന്നാണ് സിറോസിസ്. അതിന് ലിവർ മാറ്റിവെക്കലാണ് ഫൈനൽ സ്റ്റേജിൽ. അതിനേക്കാട്ടിലും മാരകമായിട്ടൊന്നാണ്. അതിനാണ് ഒരു 10% പോലും ഈ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിജയസാധ്യത വളരെ കുറവാണ്. അതിന് ലിവർ കിട്ടാൻ തന്നെ പാടാണ്. വിജയസാധ്യതയൊക്കെ കുറച്ച് കുറവുള്ളതാണ്, സൈഡ് കോംപ്ലിക്കേഷൻസ് പോലെ. എന്നിട്ട് അതിലും ഭീകരമായിട്ടുള്ള ഒന്നായിട്ടാണ് എന്നാൽ കൂടുതലും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറെ കുറിച്ച് ആൾക്കാർക്കുള്ള ഒരു ധാരണ. ആ ഒരു സ്റ്റിഗ്മ അത് മാറ്റാൻ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിലേ സമൂഹത്തിലുള്ള ആ സ്റ്റിഗ്മ മാറ്റാൻ പറ്റുള്ളൂ. അതിനൊരു അവയർനെസ്, ഇതിൻ്റെ എർലി ഡിറ്റക്ഷന് തന്നെ ഈ ഒരു സ്റ്റിഗ്മ മാറിയെങ്കിൽ മാത്രമേ ആൾക്കാർ എർലി ഡിറ്റക്ഷനിൽ വരാൻ ഒരു മനസ്സ് കാണിക്കും. പ്രകൃതിക്ക് ഇതിനെക്കുറിച്ച് പേടിക്കാനൊന്നുമില്ല. നമ്മൾ കണ്ടുപിടിച്ചത് വളരെ എർലി സ്റ്റേജിലാണ്. ഈ ക്യാൻസർ തന്നെ നമുക്ക് ക്യൂറബിൾ ഇൻക്യൂറബിൾ എന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ഈ ബ്രസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് നമ്മൾ ക്യൂറബിൾ എന്നെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബ്രസ്റ്റ് വെച്ച് ചെയ്യാനും പറ്റും. വേറൊന്നും നമുക്ക് കക്ഷത്തിലെ ഗ്ലാൻഡുകൾ മുഴുവൻ മാറ്റാതെ സർജറി ചെയ്യാൻ പറ്റും. നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ് എർലി സ്റ്റേജിൽ. കക്ഷത്തിലെ ഗ്ലാൻഡുകൾ ഇൻവോൾവ് ചെയ്യാതെ വരുന്നതാണ് എർലി സ്റ്റേജിൽ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രസ്റ്റിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കക്ഷത്തിലെ ഗ്ലാൻഡുകളിലേക്ക് അത് പോകുന്നുണ്ട്, ഏത് ഗ്ലാൻഡിലേക്കാണ് പോയത് നോക്കിയിട്ടാണ് നമ്മൾ അതെടുത്ത് പരിശോധിച്ചത്. അപ്പോൾ അത് പരിശോധിച്ചപ്പം ആ ഗ്ലാൻഡിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് എല്ലാ ഗ്ലാൻഡുകളും എടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് കൈയ്ക്കാണെങ്കിലും ഒരു നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു സർജറിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ തോളിൻ്റെ ചലനശേഷി അങ്ങനത്തെ തോളിലേക്കൊരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ കൈക്ക് നമുക്ക് ഫ്യൂച്ചറിൽ നീരോ അങ്ങനെയൊന്നും വരാത്ത ഒരു സർജറി നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ. എനിക്കിനി ഇത് വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഭയങ്കര പേടിയുണ്ട്. സ്റ്റേജിൽ ഇത് നമ്മൾ സ്റ്റേജ് അനുസരിച്ചാണ് ഇത് വരാൻ സാധ്യതയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ക്യൂറബിൾ ക്യാൻസർ ആണെന്ന്. എന്നുവെച്ചാൽ ഇനി കക്ഷത്തിലേക്ക് ഗ്ലാൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്യൂറബിൾ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് 90% ഇനി വരാനുള്ള സാധ്യതയില്ല. 5% നമുക്ക് ജനറൽ പോപ്പുലേഷനിൽ വരാൻ സാധ്യതയുണ്ടല്ലോ. പിന്നെ ഒരു 5% നമ്മൾ ഇതിട്ടിട്ട് പല കാരണങ്ങളുള്ളത് കൊണ്ട് നമുക്ക് 90% നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും എർലി ആയിട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് ഇനി അത് മുന്നോട്ട് വരാൻ സാധ്യതയില്ലെന്ന്. കക്ഷത്തിലേക്ക് ഗ്ലാൻഡ് വരുവാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു 60% കുറയും. 90% ഉള്ളത് 60% കുറയും. പിന്നെ 4th സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് 10% പോലും പറയാൻ പറ്റത്തില്ല. ക്യൂറബിൾ എന്ന് പറയാൻ പറ്റാത്ത സ്റ്റേജാണ് 3rd ഉം 4th ഒക്കെ. നിയന്ത്രിക്കാൻ പറ്റും, ക്യൂറബിൾ എന്ന് പറയാൻ പറ്റത്തില്ല.
റേഡിയേഷൻ എടുക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ റേഡിയേഷൻ ആണല്ലോ എനിക്ക്. റേഡിയേഷൻ എടുക്കുന്നത് എനിക്ക് പേടിയുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റ് റേഡിയേഷൻ സർജറിയും റേഡിയേഷനും നമുക്ക് ലോക്കൽ കൺട്രോളിനുള്ളതാണ്. പിന്നെ എന്തെങ്കിലും സെൽസ് ശരീരത്തിലേക്ക് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കീമോതെറപ്പി. അപ്പോൾ കീമോതെറപ്പി തന്നെ നമ്മൾ പല ഇൻഡിക്കേഷൻസിലാണ് എടുക്കുന്നത്. ഇപ്പോൾ കക്ഷത്തിലേക്ക് ഗ്ലാൻഡുകൾ ഉണ്ട് എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് റേഡിയേഷൻ വേണം. അല്ലാത്തവരിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഹോർമോൺ പോസിറ്റീവ് ആണോ, സെറോട്ടോണിൻ പോസിറ്റീവ് ആണോ, അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എത്ര, അതുവരെ നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കീമോതെറപ്പി ഡിസൈൻ ചെയ്യുന്നത്. റേഡിയേഷൻ നമുക്ക് പ്രത്യേകിച്ചൊരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയാനില്ല. അത് ആ ഭാഗത്ത് ചിലപ്പോഴല്ലോ അങ്ങനെയൊക്കെ വരും. അല്ലാതെ ഒരു വലിയ സൈഡ് ഇഫക്റ്റ് റേഡിയേഷൻ ഉണ്ട്. പ്രകൃതിയിൽ ഞാൻ കണ്ട ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് പോസിറ്റീവ് എനർജി പോസിറ്റീവായിട്ടല്ല എടുത്തു. ഇപ്പോൾ കീമോതെറപ്പി വേണമെന്ന് പറഞ്ഞപ്പോഴും അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് കണ്ടത്. അപ്പം ഞാൻ പല ആൾക്കാരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ മുടി പോകും എന്നുള്ള ഇതിലാണ് കൂടുതലും വിഷമിക്കുന്നത്. പക്ഷെ അത് പിന്നീട് വരും. അല്ല, മുടി പോകുന്നതും നമ്മുടെ ജീവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജീവനാണല്ലോ, ഞാൻ പലരോടും പറയും മുടിയും ജീവനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുതെന്ന്. പക്ഷെ അതിലൊരു ഞാൻ പ്രകൃതിയിൽ അത് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ വർക്ക് ചെയ്യാൻ പലരും ചോദിക്കും ഇനി നമുക്ക് മുന്നോട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ചികിത്സ എടുക്കുന്നത്. എല്ലാം പഴയ പോലെ ചെയ്യാനും ആത്മധൈര്യം വീണ്ടെടുക്കാനും മറ്റുള്ളവർക്ക് ആത്മധൈര്യം പകരാനും ചികിത്സിച്ച ആൾക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ നല്ലതാണ്. ഈ ക്യാൻസർ എന്നുള്ള വാക്ക് കേട്ട് കഴിയുമ്പോൾ തന്നെ പലരുടെ ഉള്ളിൽ ഒരു ഭീതിയാണ്. പക്ഷെ ഈ സമയത്താണ് നമ്മളോടൊപ്പം അടുപ്പമുള്ളവരാര്, നമ്മുടെ ബന്ധുക്കളാര്, നമ്മുടെ മിത്രങ്ങളാര്, ശത്രുക്കളാര് ഒറിജിനലി നമ്മുടെ ഹൃദയത്തിൽ ആരുടെയൊക്കെ ഹൃദയത്തിൽ നമ്മളുണ്ട് എന്ന് തിരിച്ചറിയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ചില എസെൻഷ്യാലിറ്റി വന്നു കഴിയുന്നു. പ്രകൃതി ആകെ ഡിപ്രസ്ഡാണ്. പക്ഷെ ഇതുപോലൊരു ചിറ്റപ്പനും ചെറിയച്ഛനും ഒരു കുഞ്ഞമ്മയും കിട്ടിയത് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഈ ഓവർ ടെൻഷൻ, ഓവർ ആങ്സൈറ്റി എല്ലാം നമുക്കിതിന് അസ്വസ്ഥത ഉണ്ടാക്കും. മനസ്സ് വളരെ കാം ആൻഡ് കൂളായിരിക്കണം. റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ പലപ്പോഴും ഇത് കേട്ട് കഴിയുമ്പം എന്താ പറയുക, ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് അകത്ത് വരും. അത് ആ ഡിസ്റ്റർബൻസ് ഇതിനെ ഈ ഭേദമാകുന്നതിനെ ഡിലേ ചെയ്യിക്കാനായിട്ട് ഉള്ളൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഏറ്റവും നല്ല സ്നേഹം, ഇത് ഭയക്കേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രകൃതിയോട് പറഞ്ഞ പോലെ തന്നെ നിനക്കൊന്നുമില്ല, ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് പ്രകൃതിയിലുള്ള ഓരോ പരീക്ഷണങ്ങളും നമ്മളെ ഒരു വിധി കരുതിയാൽ മതി. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മളെല്ലാം ഒരു രക്ഷയുടെ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. മോളെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ പഴയ പ്രകൃതിയായിട്ട് തന്നെ തിരിച്ചു വരും. ചികിത്സാവേളകളിലും ഞാൻ കലയുടെ മുഖ്യധാരാ വേദികളിൽ സജീവ പ്രവർത്തകയായി യാത്രകൾ ചെയ്ത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചു. ഭക്തിയും ഔഷധവും ചികിത്സയും എന്നെ പൂർണ്ണ ആരോഗ്യത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവന്നു. എൻ്റെ രോഗാവസ്ഥയിലും അതിജീവന പാതയിലും സ്നേഹവും കരുതലും ധൈര്യവും തന്ന് എൻ്റെ ഡോക്ടർ ചിത്രധാര എൻ്റെ മുമ്പിൽ ദൈവ സാന്നിധ്യമായി, ദൈവത്തിൻ്റെ നിറസാന്നിധ്യമായി നിറഞ്ഞു നിന്നു. ഒരു സംഭവം, ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. പണ്ട് ചെയ്തിരുന്നതിനേക്കാൾ കരുത്തോടെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുകയും ജീവിതത്തെ ഞാൻ പഴയതിനേക്കാളും ശക്തമായി സ്നേഹിക്കുവാനും തുടങ്ങി. എഴുത്തിലും അഭിനയത്തിലും സംവിധാനത്തിലും ചാനൽ ഇൻ്റർവ്യൂകളിലും മോഡലിംഗ് റാമ്പുകളിലും എന്നിത്യാദി കലയുടെ സർവ്വതോന്മുഖമായ എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ പഴയതിലും ശക്തമായി എൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. ക്യാൻസർ അതിജീവനത്തിന് ശേഷമാണ് എനിക്കെൻ്റെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും ജീവിതത്തെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും കഴിഞ്ഞത്. വിധിയെ നോക്കി ഭയക്കാതെ ആത്മധൈര്യത്തോടെ എന്നെ ചികിത്സിച്ച ചിത്രധാര ഡോക്ടറിൽ പരിപൂർണമായി വിശ്വസിച്ച്, ഡോക്ടർ തന്ന ഔഷധങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ച്, ശുഭചിന്തകളും ഭക്തിയും ജീവിതത്തിൽ കൈക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പുനർജനിക്കുകയാണ്. I am not a patient. I am a fighter.